إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. ഗൗരവപൂർവ്വം വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്ന രഹസ്യ പരസ്യ ജീവിതങ്ങളിൽ അല്ലാഹുവിന്റെ നിയമാവലികളെ കാത്തുസൂക്ഷിക്കുന്ന നല്ലവരിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് നൽകിയ, മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് വിശേഷ ബുദ്ധി എന്നത്. ബുദ്ധി ഉള്ള മനുഷ്യനോടാണ് അല്ലാഹു ഇസ്ലാമിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം കൽപ്പനാരൂപത്തിലും ശാസനാരൂപത്തിലുമെല്ലാം അറിയിച്ചിട്ടുള്ളത്. ബുദ്ധി ഒരു മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ അവനിലുണ്ടാകുന്ന പ്രയാസങ്ങളും പ്രത്യാഘാതങ്ങളും എത്രത്തോളം അപകടകരമാണ് എന്ന് ബുദ്ധിയില്ലാത്തവർ കാണിച്ചു കൂട്ടുന്ന വ്യത്യസ്തങ്ങളായ അവരുടെ ഇടപാടുകളിലൂടെ നമ്മളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യൻ വരുത്തിവെക്കുന്ന ചില വിനകളിലൂടെ അവൻ അല്ലാഹു അനുഗ്രഹിച്ചു നൽകിയിട്ടുള്ള ബുദ്ധിയെ അവൻ നഷ്ടപ്പെടുത്തുകയാണ്. ആ മാർഗത്തിലേക്കെന്ന് ആളുകൾ കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ഈ സമൂഹത്തിന് നല്ലതെന്തും അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഹലാലും ത്വയ്യിബും മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവൂ, ഭക്ഷിക്കാവൂ എന്ന് അല്ലാഹു തആല അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഫകുലൂ മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ ത്വയ്യിബാ. അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഹലാലും ത്വയ്യിബുമായത് നിങ്ങൾ ഉപയോഗിക്കുവീൻ, ഭക്ഷിക്കുവീൻ. വഷ്കുറൂ നിഅമത്തല്ലാഹ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്യുവീൻ. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ
ഇവിടെ വിശ്വാസിയോട് അല്ലാഹു തആല അറിയിച്ചിട്ടുള്ളത് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഹലാലും ത്വയ്യിബുമായിരിക്കണം. എന്താണ് ത്വയ്യിബ് എന്നും അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം നൽകിയ മധ്യേ മഹാനായ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയതായി കാണാം. വത്വയ്യിബു കുല്ലു മാ അഹല്ലല്ലാഹു തആല ഫഹുവ ത്വയ്യിബുൻ നാഫിഉൻ ഫിൽ ബദനി വദ്ദീൻ. അല്ലാഹു അനുവദിച്ചു തന്നതെല്ലാം ത്വയ്യിബാണ്. അത് നമുക്ക് ശാരീരികമായും നമ്മുടെ മതപരമായും നമുക്കത് നല്ലത് തന്നെയാണ്. അതേ അവസരത്തിൽ വകുല്ലു മാ ഹറമഹുല്ലാഹ്, അല്ലാഹു നിഷിദ്ധമാക്കിയതെന്തും ഫഹുവ ഖബീസുൻ, അത് വളരെ ചീത്തയാണ്, ദുഷിച്ചതാണ്, മ്ലേച്ഛമാണ്. വാറുൻ ഫിൽ ബദനി വദ്ദീൻ, അത് നമ്മുടെ ശരീരത്തെയും നമ്മുടെ മതത്തെയും ഉപദ്രവിക്കുന്ന, നശിപ്പിച്ചു കളയുന്ന കാര്യങ്ങളാകുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു മാനവ സമൂഹത്തോട് മുഴുവനും ആവശ്യപ്പെട്ടതാണ്, യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ തയ്യിബാ വലാ തത്തബിഊ ഖുതുവാതിശ് ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. ജനങ്ങളെ, നിങ്ങൾ ഭൂമിയിൽ നിന്ന് ആഹരിച്ചുകൊള്ളുവീൻ, നിങ്ങൾ ഉപയോഗിച്ചുകൊള്ളുവീൻ, ഭക്ഷിച്ചുകൊള്ളുവീൻ. ഹലാലൻ തയ്യിബാ, ഹലാലായത്, തയ്യിബായത്. അല്ലാഹു അനുവദിച്ചതേ ഹലാലാവുകയുള്ളൂ, അല്ലാഹു അനുവദിച്ചതേ തയ്യിബുമാവുകയുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ യഥാർത്ഥമായി അല്ലാഹു നമ്മുടെ ശരീരത്തിനും നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ മതപരമായ ഒരു കാര്യങ്ങൾക്കും തടസ്സം വരാത്ത നിലക്ക് നമുക്കനുവദിച്ചു തന്നിട്ടുള്ള നിഅമത്തുകളെ മാത്രം ഉപയോഗിച്ച് ജീവിക്കുന്നതിൽ നിന്നും മനുഷ്യനെ ഏതെങ്കിലും വിധത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അവനെ തട്ടിത്തെറിപ്പിച്ച് അവന്റെ റൂട്ട് തെറ്റിക്കുവാനാണ് ശൈത്താൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇത് പറഞ്ഞ ഉടനെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, വലാ തത്തബിഊ ഖുതുവാതിശ് ശൈത്താൻ, ശൈത്താന്റെ കാലടിപ്പാതകളെ നിങ്ങൾ പിന്തുടരുകയും ചെയ്യരുത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, നിശ്ചയമായും അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാകുന്നു. അല്ലാഹു അനുവദിച്ചു തന്നിട്ടുള്ള ഹലാലുകൾ മാത്രം ഭക്ഷിക്കണം, അല്ലാഹു അനുവദിച്ചു തന്നിട്ടുള്ള തയ്യിബുകൾ മാത്രം ഭക്ഷിക്കണം. അതല്ലാത്തത് ഏത് ന്യായീകരണം ആര് പറഞ്ഞാലും, ആരെന്ത് പ്രലോഭനങ്ങൾ പറഞ്ഞാലും, ആര് എത്ര തന്നെ അതിന്റെ മേന്മകൾ പറഞ്ഞു തന്നാലും ആ വസ്തുക്കളൊന്നും ആഹരിക്കുവാനോ ഭക്ഷിക്കുവാനോ പാടില്ലെന്ന് പറയുമ്പോ അതിൽ നിന്ന് മനുഷ്യന്റെ ശ്രദ്ധ തെറ്റിച്ച് അവന്റെ ബുദ്ധിയെ തകർത്തു കളയുന്ന, അവന്റെ ശരീരത്തിന് നഷ്ടം വരുത്തുന്ന, അവന്റെ സമ്പത്ത് ദുഷിപ്പിച്ചു കളയുന്ന, അവന്റെ ബന്ധങ്ങളെ നിർത്തിക്കളയുന്ന, അതിൽ വിള്ളലുകൾ വീഴ്ത്തുന്ന, അതിൽ ഛിദ്രതകൾ ഉണ്ടാക്കുന്ന, പരസ്പരം ശത്രുതയും പകയും വിദ്വേഷവും ഉണ്ടാക്കി തീർക്കുന്ന കാര്യങ്ങളിലേക്കാണ് ശൈത്താൻ മനുഷ്യനെ കൊണ്ടുപോവുക എന്നതിനാൽ അല്ലാഹു ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തി, ശൈത്താന്റെ കാലടിപ്പാതകളെ നിങ്ങൾ ഒരിക്കലും പിന്തുടരരുത്. അതാണ് ഇന്ന് സമൂഹത്തിന് ബഹുഭൂരിപക്ഷം ആളുകൾക്കും മനുഷ്യന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞു, അല്ലാഹു നിനക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ആ നിലക്കുള്ള ജീവിതത്തിൽ നിന്ന് നിന്നെ തെറ്റിക്കാൻ ശൈത്താൻ നൽകുന്ന പ്രലോഭനങ്ങളിൽപ്പെട്ടതാണ് നിനക്ക് നല്ല മാനസികമായി സുഖം കിട്ടാൻ വേണ്ടി, സ്വസ്ഥത ലഭിക്കാൻ വേണ്ടി, ടെൻഷൻ ഫ്രീ ആയ ഒരു മനസ്സായി കിട്ടാൻ വേണ്ടി, നിനക്കതാ സുഖങ്ങളും അതുപോലെ തന്നെ ആനന്ദങ്ങളും ലഭിക്കാൻ വേണ്ടി, ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളിൽ നിന്നൊക്കെ ഏതാനും സമയമെങ്കിലും ഒന്ന് മനസ്സിനൊന്ന് മറന്നുകളയാൻ വേണ്ടി നീ ലഹരി ഉപയോഗിച്ചോ എന്ന് ശൈത്താൻ മനുഷ്യനോട് ഇങ്ങനെ അടിക്കടി ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കും. ആ പ്രത്യേകമായ ആ പ്രശ്നത്തിന് അതല്ലെങ്കിൽ ആ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതെന്തും ഖംറാണ്. ഖംറ് എന്ന് പറഞ്ഞാൽ തന്നെ മാ ഖമറൽ അഖ്ല, അഖ്ലിനെ മറച്ചു കളയുന്നതാണ്, അഖ്ലിനെ മറച്ചു കളയുന്നതാണ് അതെന്തും ഖംറ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തതിൽ നിന്ന് മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ കുല്ലി മുസ്കിരിൻ മുഫത്തിരിൻ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിരിക്കുന്നു എല്ലാ ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കളിൽ നിന്നും, അതുപോലെ തന്നെ നാടിനരമ്പുകളെ തളർത്തിക്കളയുന്ന, മനുഷ്യന്റെ പേശികളെ തളർത്തിയിടുന്ന എല്ലാ രൂപത്തിലുള്ള വസ്തുക്കളിൽ നിന്നും.
അതുകൊണ്ട് ആ ഒരൊറ്റ വചനത്തിൽ നിന്ന് ലോകത്ത് ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടതും ഇനി കണ്ടുപിടിക്കപ്പെടാനിരിക്കുന്നതുമായ വ്യത്യസ്തങ്ങളായ പേരുകളിൽ അറിയപ്പെടുന്ന സർവമയക്കുമരുന്നുകളും പെട്ടു, സർവലഹരി പദാർത്ഥങ്ങളും പെട്ടു. അതിൽ നിന്ന് കുറഞ്ഞതാണെങ്കിലും കൂടുതലാണെങ്കിലും നിഷിദ്ധമാണ്. മാ അസ്കറ കസീറുഹു ഫഖലീലുഹു ഹറാം. ലഹരി ഉണ്ടാക്കുന്നതെന്തും അത് വളരെ കുറഞ്ഞതാണെങ്കിലും അത് വളരെ കൂടുതലാണെങ്കിലും സമമാണ്, എല്ലാം നിഷിദ്ധമാകുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു വിശ്വാസികളോട് വിളിച്ചു പറഞ്ഞു, വിശ്വാസികളെ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം, നിശ്ചയമായും മദ്യം, അതുപോലെ തന്നെ ചൂതാട്ടം, അതുപോലെ തന്നെ പ്രതിഷ്ഠകൾ, അതുപോലെ അമ്പുകോലുകൾ, അതൊക്കെ വേറെ വേറെ വിശദീകരിക്കേണ്ടതാണ്. പക്ഷേ ഞാനെന്റെ സമയം ചുരുക്കുവാൻ വേണ്ടി ബന്ധപ്പെട്ടത് മാത്രം പറയട്ടെ. മദ്യം ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു. വേറെയും കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, അതൊക്കെ റിജ്സും മിൻ അമലി ശൈത്താൻ, ശൈത്താന്റെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വളരെ മ്ലേച്ഛമായ കാര്യങ്ങളാണ്. ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാകാൻ വേണ്ടി നിങ്ങൾ അതൊക്കെ വർജിക്കണം എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇന്നമാ യുരീദു ശൈത്താനു അൻ യുഖിയ ബൈനകും, നിശ്ചയമായും ശൈത്താൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കി തീർക്കാനാണ് അല്ലദാവത വൽ ബഗ്ദാ, പരസ്പര വിദ്വേഷവും ശത്രുതയുമൊക്കെ, ഫിൽ ഖംരി വൽ മൈസിരി, മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയുമൊക്കെ, വയസുദ്ദക്കും അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് നിങ്ങളെ തടയാനും, വഅനിസ്സലാഹ്, പ്രത്യേകിച്ച് നിസ്കാരത്തിൽ നിന്നുമൊക്കെ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും, ഫഹൽ അൻതും മുൻതഹൂൻ, ആകയാൽ നിങ്ങൾ അവസാനിപ്പിക്കുന്നില്ലയോ. മദ്യം നിഷിദ്ധമാക്കിക്കൊണ്ടിറങ്ങിയ ആയത്താണ്. ഈ വചനം കേട്ടപ്പോഴാണ് ഇതുവരെ സ്ഥാപിച്ച് ഉണ്ടാക്കി വെച്ച് സൂക്ഷിച്ചു വെച്ചിരുന്ന മദ്യത്തിന്റെ വീപ്പകൾ വരെ സഹാബിമാര് കോടാലി കൊണ്ട് വെട്ടി അതൊക്കെ മദീനയിലൂടെ വഴികളിലൂടെ അങ്ങ് ഒഴുക്കിക്കളഞ്ഞത്. കുടിച്ചുകൊണ്ടിരുന്നവർ കപ്പുകൾ താഴെ വലിച്ചെറിഞ്ഞു. പിന്നെ അതുമായി ഒരു ബന്ധവും അവർ സ്ഥാപിച്ചിട്ടില്ല. ആ വചനമാണ് നിങ്ങളിപ്പോൾ ഈ കേട്ടത്. അതിന്റെ എല്ലാ ദൂഷ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം വെടിച്ചു പറഞ്ഞിരിക്കുകയാണ്. കുല്ലു മുസ്കിരിൻ ഖംറുൻ, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും ഖംറാണ്. കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരി ഉണ്ടാക്കുന്നവയും നിഷിദ്ധവുമാണ് എന്നാണ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാലഘട്ടത്തിൽ ഇല്ലാതെ പിന്നീട് വരാൻ പോകുന്ന ചില പ്രവചനങ്ങൾ പറഞ്ഞു. ലയസ്ബന്ന നാസും മിൻ ഉമ്മത്തി അൽ ഖംറ യുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ, എന്റെ സമുദായത്തിൽ നിന്നും മദ്യം കുടിക്കുന്നവരുണ്ടാകും, എന്റെ സമുദായത്തിൽ മദ്യം സേവിക്കുന്നവരുണ്ടാകും, മദ്യപാനം നടത്തുന്നവരുണ്ടാകും. എന്നിട്ട് അതിന്റെ പ്രത്യേകത എന്താ പറഞ്ഞത്? യുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ, അവരതിന്റെ പേര് വല്ലാത്ത വേറൊരു പേരാക്കിക്കൊണ്ടവർ കുടിക്കും. പേരാണ് മാറ്റും, വേറെന്തെങ്കിലും പേര്, വേറെന്തെങ്കിലുമൊക്കെ പേരുകൾ പറഞ്ഞ് കള്ളൂന്ന് പറയൂല, ചാരായം പട്ടച്ചാരായം എന്നൊന്നും പറയൂല, വേറെ എന്തെങ്കിലുമൊക്കെ കേൾക്കാൻ സുഖമുള്ള ആ രൂപത്തിലുള്ള വല്ല പേരുകളൊക്കെ നൽകിയിട്ട് വിവിധ നാമങ്ങളിലൂടെ വിവിധ ബ്രാൻഡുകളിലൂടെ അവരത് അകത്താക്കും എന്ന് പറയും. മനുഷ്യനോട് പല ന്യായീകരണങ്ങളും ശൈത്താൻ ഇങ്ങനെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കും. സഹോദരന്മാരെ, മദ്യത്തിന്റെയും ലഹരിയുടെയും മയക്കുമരുന്നിന്റെയും വ്യാപനം ഇന്ന് ലോകത്ത് എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല. എല്ലാ ദിവസവും നമ്മൾ അതിന്റെ കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഇന്ന് സമൂഹത്തിൽ ഭയപ്പെടേണ്ടുന്ന മാരകമായ ഒരു പ്രത്യേകമായ അപകടകരമായ ഒരു കാര്യമായിക്കൊണ്ട് അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ കോളേജ് ക്യാമ്പസുകളിലായിരുന്നു അത് നടന്നിരുന്നതെങ്കിൽ ഇന്ന് പ്രൈമറി തലങ്ങളിൽ വരെ കുട്ടികളുടെ കൈകളിൽ കഞ്ചാവിന്റെ പൊതിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ലഹരി നുണയാത്ത കുട്ടികളുടെ എണ്ണം വളരെ വിരളമായി വരികയാണ്. ദിനേന എന്നോണം പത്രകോളങ്ങളിൽ സ്ഥലം പിടിക്കുകയാണ്. എക്സൈസ് വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാര് ഈ രൂപത്തിലുള്ള വൃത്തികെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട വിദ്യാർത്ഥികളെ പിടികൂടിയിട്ട് അവരുടെ ഫോൺ അല്പനേരം കയ്യിൽ വെച്ചപ്പോഴേക്ക് 10-40 കോളുകളാണ് കഞ്ചാവ് ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ദിനേന നമ്മൾ വായിച്ച് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ കൊച്ചു കേരളത്തിൽ
മുസ്ലിമീങ്ങളായ മക്കൾ, മുസ്ലിമീങ്ങളായ ആളുകൾ ലഹരിയുടെ അടിമകളാണ്. തട്ടുകടകളിലൂടെ, ഇട്ടിക്കടകളിലൂടെ, മുറുക്കാൻ കടകളിലൂടെ, മിഠായിയുടെ രൂപത്തിൽ, പാൻ പറാഗിന്റെ രൂപത്തിൽ, പാൻ മസാലകളുടെ രൂപത്തിൽ, അതുപോലെ തന്നെ വൈവിധ്യമാർന്ന പാനീയങ്ങളുടെ രൂപത്തിൽ, നേരത്തെ പറഞ്ഞില്ല യുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ, അതല്ലാത്ത പേരുകൾ നൽകിക്കൊണ്ട് വിവിധ ബ്രാൻഡുകളിലൂടെ, വിവിധ പേരുകളിലൂടെ മനുഷ്യനത് അകത്താക്കിക്കൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. നാം ചിന്തിക്കണം, മനുഷ്യൻ വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ടതാണ്. അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകളാണ് മനുഷ്യനെ ആദ്യമായി ഇതിലേക്ക് പ്രേരിപ്പിക്കുന്നത്. ഒരു കൂട്ടുകാരന്റെ പ്രേരണയിലാണ് എല്ലാവരും ഇതിന് അടിമപ്പെടുന്നത്. വളരെ ടെൻഷനാണ്, പരീക്ഷയ്ക്ക് പഠിച്ചിട്ടൊന്നും തലയിൽ കയറുന്നില്ല, വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല, അതുപോലെ തന്നെ പ്രയാസങ്ങൾ മനസ്സിൽ നിന്ന് പോകുന്നില്ലെന്ന് പറയുമ്പോ കൂട്ടുകാരനാണ് പറയുന്നത്, ഈ ബീഡി ഒന്ന് വലിച്ചു നോക്ക്, ഈ സിഗരറ്റ് എന്നൊരു പുക ഊതി നോക്ക്, അതല്ലെങ്കിൽ ഇതൊരു തുള്ളി കുടിച്ചു നോക്ക്, അതല്ലെങ്കിൽ ഈ സിറിഞ്ചൊന്ന് നിന്റെ ബ്ലഡിലേക്കൊന്ന് പതുക്കെ ഒന്ന് കുത്തിവെച്ച് നോക്ക്, അല്ലെങ്കിൽ ഇത് നീ ഒന്ന് മണത്തു നോക്ക്. എത്രത്തോളം ഏതെല്ലാം വസ്തുക്കളാണെന്ന് സമൂഹം ഉപയോഗപ്പെടുത്തുന്നത്. കുട്ടികൾ എന്തെങ്കിലും എഴുതിയിട്ട് തെറ്റ് വന്നാൽ അത് മായ്ച്ചു കളയാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ആ മഷി വരെ ആളുകൾ ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. കാർപ്പറ്റിൽ അത് ഒട്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന പശേ മണത്ത് വലിച്ചു കയറ്റുകയാണ്. അതുപോലെ തന്നെ പെയിന്റ് വലിച്ചു കയറ്റുന്നവർ, അതുപോലെ തന്നെ പെട്രോൾ പോലെയുള്ള വസ്തുക്കൾ വലിച്ചു കയറ്റുന്നവർ, പെപ്സിയും അതുപോലെ തന്നെ കോളയും ഒക്കെ വാങ്ങിയിട്ട് വീര്യം കൂടിയ ഗുളികകളും അതുപോലെയുള്ള വസ്തുക്കളും ഇട്ട് കുലുക്കിയിട്ട് അത് കുടിക്കുന്നവർ, ഏതൊക്കെ രൂപത്തിലാണ് സമൂഹത്തെ ഇന്ന് ദുഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നറിഞ്ഞുകൂടാ. കാലിൽ ചെറിയ മുറിവുകൾ ഉണ്ടാക്കിയിട്ട് ആ കാലിൽ സോക്സ് ധരിച്ചുകൊണ്ട് നടക്കുന്ന വിദ്യാർത്ഥികളെ നമ്മുടെ നാട്ടിൽ നിന്ന് പിടികൂടി. സോക്സ് അഴിച്ചു നോക്കുമ്പോ കാലിന്റെ ഉപ്പൂറ്റിയിൽ ചെറിയ വരകൾ ബ്ലേഡ് കൊണ്ടിട്ടിട്ട് അവിടെ ചില പൊതികൾ അവർ വെച്ചിരിക്കുന്നു. ആ ബ്ലഡിലൂടെ ലഹരി സിരകളിലേക്ക് കുതിച്ചുയരാൻ വേണ്ടി. മനസ്സിലാക്കണം ആരാണ്? 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും 9ലും 10ലും പഠിക്കുന്ന നമ്മുടെ മക്കൾ. നമ്മൾ മനസ്സിലാക്കണം, വളരെ ഗുരുതരമായ ഒരവസ്ഥയിലേക്കാണ് ലഹരിയുടെ ഉപയോഗം പോയിക്കൊണ്ടിരിക്കുന്നത്. നീ ഇതൊന്ന് രുചിച്ചു നോക്ക് എന്ന് പറഞ്ഞ് പരസ്യമായി ക്ലാസുകളിൽ വെച്ച് കുടിക്കുന്ന കുട്ടികൾ, ആ കുട്ടികളുടെ പ്രലോഭനങ്ങളിൽ ഒരിക്കൽ നമ്മുടെ മക്കൾ വീഴുകയാണ്. നീ ഇതൊന്ന് ആസ്വദിച്ചു നോക്കെന്ന് പറഞ്ഞ് പിന്നെ അവനത് കിട്ടാതെ കഴിയുന്നില്ല, പിന്നീട് അവനത് ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്നില്ല, പിന്നീട് അവനത് കിട്ടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് വേണ്ടി എന്തും അവൻ ചെയ്യും. അവൻ ബാപ്പയുടെ പോക്കറ്റടിക്കും, അമ്മയുടെ പോക്കറ്റടിക്കും, എല്ലാവരെയും അവൻ നശിപ്പിക്കും. ആ രൂപത്തിൽ പണം കിട്ടാൻ വേണ്ടി, സൗകര്യങ്ങൾ കിട്ടാൻ വേണ്ടി, ഇത് വാങ്ങാൻ കാശില്ലാതെയാകുമ്പോൾ അതിനുവേണ്ടി അവൻ അവന്റെ ശരീരം വിൽക്കും. സ്വവർഗരതിക്ക് വേണ്ടി, ആണും തമ്മിലുള്ള വൃത്തികെട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കിടന്നു കൊടുക്കുന്ന തെമ്മാടി കുട്ടികൾ ഉണ്ടായത് ലഹരി നുണഞ്ഞതിന്റെ പേരിലാണ്. മദ്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മാരകമായ വിപത്തിനെ പറ്റി അവിടുന്ന് വിശേഷിപ്പിച്ചത് അൽ ഖംറു ഉമ്മുൽ ഖബാഇസ് എന്നാണ്. സർവവൃത്തികേടുകളുടെയും മാതാവാണ് മദ്യം. എല്ലാ വൃത്തികേടുകളുടെയും മാതാവാണ് മദ്യം. അൽ ഖംറു മിഫ്താഹു ശർറ്, സർവ്വ ശർറുകളുടെയും താക്കോലാണത്. വ്യഭിചാരം മദ്യപാനിയാണ് നടത്തുന്നത്. വ്യഭിചരിക്കാൻ അവന് പിന്നെ മടിയുണ്ടാവുകയില്ല. അത് തന്നെയും മദ്യം അകത്ത് ചെന്നാൽ അമ്മയും ഉമ്മയും പെങ്ങളുമൊക്കെ അവൻ ഒരുപോലെയാണ്. സ്വന്തം മകളെ ഗർഭിണിയാക്കി എന്ന് പറയുന്ന കശ്മലന്മാർ, കാട്ടാളന്മാർ, അവരൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? നമുക്കൊക്കെ അത്ഭുതം തോന്നാറില്ലേ? സ്വന്തം മകളെക്കുറിച്ച് അങ്ങനെ നോക്കാൻ വരെ നമുക്ക് താല്പര്യമുണ്ടാകുമോ? എന്നിട്ടല്ലേ സ്വന്തം മകളുമായി കിടപ്പറ പങ്കിടൽ, എന്നിട്ട് സ്വന്തം മകളെ ഗർഭിണിയാക്കിയ പിതാവ്, അയാളുടെ ചരിത്രമൊന്ന് പരിശോധിച്ചു നോക്കിയാൽ എല്ലാവരുടെയും ചരിത്രം ലഹരിക്കടിമയാണ്, മയക്കുമരുന്നുകൾ കടിമയാണ്, മനോരോഗിയായി മാറുകയാണ്. കാരണം അയാൾക്ക് പിന്നെ സ്വന്തം മകൾ പ്രശ്നമല്ല. സ്വന്തം ഉമ്മയുടെ അടുത്തേക്ക് ഉമ്മാനെ നോക്കുന്ന നോട്ടം കണ്ടിട്ട് ഉമ്മ പേടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ വീടുകളില്ലേ? സ്വന്തം മകൻ ഉമ്മയെ അതുവരെ നോക്കാത്തൊരു മോഡലിനുള്ള നോട്ടം കണ്ടിട്ട് ഞാൻ പേടിച്ചുപോയി എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് സ്വന്തം മകനെ പേടിച്ച് ഉമ്മ പുറത്തേക്ക് ഇറങ്ങി ഓടേണ്ടി വന്ന നാടാണ് പ്രിയമുള്ളവരെ നമ്മുടെ കേരളം. നമ്മൾ മനസ്സിലാക്കണം, അവിടെ പെങ്ങളും അതുപോലെ തന്നെ ഉമ്മയും അതുപോലെ തന്നെ മകളും ഒന്നും ആർക്കും പ്രശ്നമല്ല. കാരണം അവന്റെ സിരകളിൽ ഓടുന്നത് ലഹരിയാണ്, അവന്റെ സിരകളിൽ കഞ്ചാവിന്റെ ലഹരിയാണ്, അവന്റെ സിരകളിൽ പെറ്റടിൻ കുത്തിവെച്ചിരിക്കുന്നു. അവൻ അതുപോലെയുള്ള ഏതൊക്കെ പേരുകളിലുണ്ടോ
അതൊക്കെ അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിറക്കുകയാണ് കുട്ടികൾ, ക്ലാസ്സിലിരുന്ന് വിറക്കുകയാണ് കുട്ടികൾ. അധ്യാപകന്മാർ അന്വേഷിച്ചു നോക്കുമ്പോൾ എന്താ വിറയുടെ കാരണം? കുട്ടിക്ക് സമയത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് കിട്ടിയിട്ടില്ല. തല ചുറ്റി വീഴുകയാണ് കുട്ടികൾ. ആരുടെ മക്കൾ? അതൊക്കെ അന്യന്റെ മക്കൾ എന്ന് കരുതി സമാധാനിക്കുകയാണ് നമ്മളൊക്കെ. അവിടേക്ക് നമ്മുടെ മക്കൾ ഒരു നാൾ എത്തിച്ചേർന്നുകൂടായികയില്ല. വളരെ ഗൗരവത്തോടുകൂടെ ആലോചിക്കണം. ചീത്തയായ കൂട്ടുകെട്ടുകൾ, വൃത്തികെട്ട രൂപത്തിലുള്ള സംസ്കാരങ്ങൾ പറഞ്ഞു പ്രലോഭിപ്പിക്കുകയാണ്. എടാ, ഇതൊന്നാണ് പുകച്ചു നോക്കിയാൽ നിനക്കറിയാഞ്ഞിട്ട എന്താണ് അതിന്റെ ഒരു സുഖമെന്നോ? സ്വർഗം കാണും, വലിയ സന്തോഷമാണ്, ആനന്ദമാണ്, എല്ലാ ടെൻഷനും പമ്പ കിടക്കുമെന്ന് കേൾക്കുമ്പോ വളരെ പ്രയാസകരമായ ചില സാഹചര്യങ്ങളും വിഷമങ്ങളും കാരണത്താൽ മനസ്സ് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് നമ്മുടെ മക്കളൊന്ന് ആലോചിച്ചു നോക്കുകയാണ്. ഒരു നേരല്ലേ, പിന്നീട് തൗബ ചെയ്താ പോലെ നാം തുടങ്ങിക്കളയാം. ആ ഒരു തുടക്കം അവനെ നശിപ്പിച്ചേ അടങ്ങുകയുള്ളൂ. അതിന്റെ ഏറ്റവും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എല്ലാ രൂപത്തിലുള്ള വൃത്തികേടുകളുടെയും താക്കോലാണത് എന്ന് പറഞ്ഞില്ലേ? വളരെ മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് അത് സമൂഹത്തെ കൊണ്ടുപോവുകയാണ്. ഏതെല്ലാം വിധത്തിൽ അതുമായി ബന്ധപ്പെടുന്നവരെ അള്ളാഹു ശപിച്ചിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, താനി ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, യാ മുഹമ്മദേ, ഇന്നല്ലാഹ അസ്സ വജല്ല ലഅനൽ ഖംറ വആസിറഹാ വമുഅ്തസിറഹാ വശാരിബഹാ വഹാമിലഹാ വൽമഹ്മൂലത ഇലൈഹി വബായിഅഹാ വമുബ്താഅഹാ വസാഖിയഹാ വമുസ്ഖീഹാ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹു മദ്യത്തെ ശപിച്ചിരിക്കുന്നു. മദ്യം തന്നെയും ശാപഹേതുവായ വസ്തുവാണ്. ആ വസ്തു തന്നെയും അഭിശപ്തമാണ്. തീർന്നില്ല, പിന്നെ അതുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും എണ്ണിപ്പറഞ്ഞു. അത് പിഴിഞ്ഞുണ്ടാക്കുന്നവൻ, അതിന്റെ വാറ്റുകാരൻ, അത് വാറ്റിയെടുക്കാൻ സഹായിക്കുന്നവൻ, അതിനുവേണ്ടി നൽകുന്നവൻ, വശാരിബഹ, അത് കുടിക്കുന്നവൻ, അത് കുടിപ്പിക്കുന്നവൻ, അത് ഒഴിച്ചു കൊടുക്കുന്നവൻ, അത് വിൽപ്പന നടത്തുന്നവൻ, അതിന്റെ കരിയർമാർ, അത് കൊണ്ടുപോകുന്നവർ തനിക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് നൽകാൻ വേണ്ടി. കമ്പോളങ്ങളിൽ മനുഷ്യൻ ഏറ്റവും അധികം പണമുണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന വമ്പൻ വ്യവസായമായി മയക്കുമരുന്നിന്റെ വ്യവസായം മാറിക്കഴിഞ്ഞു. കോടികൾ വിലയുള്ള മയക്കുമരുന്നാണ് മാർക്കറ്റുകളിൽ, കോടികളുടെ വില വരുന്ന മയക്കുമരുന്നുകൾ. അത് സ്വന്തം ഉപയോഗിച്ചില്ലെങ്കിലും ഇതൊന്നാണ് കടത്തിയ തന്റെ ആജീവനാന്തം മുഴുവൻ സമ്പാദിച്ചാലും കിട്ടാത്ത പണമാണ് കിട്ടാൻ പോകുന്നതെന്ന് സ്വപ്നം കണ്ടുകൊണ്ട്, ശൈത്താനങ്ങളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് പലരും അറിഞ്ഞുകൊണ്ടുപോവുകയാണ്. അറിഞ്ഞും അറിയാതെയും ഇതിന്റെ ഇരകളാകുന്നത് ഇന്ന് സമൂഹത്തിൽ ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ല. പലർക്കും കാഴ്ചവെക്കാൻ വേണ്ടി ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിൽ നിന്ന് മദ്യത്തിന്റെ കുപ്പികൾ കൊണ്ടുപോകുന്ന മാപ്പിളമാരെ ഒരുപാട് തവണ സങ്കടത്തോടുകൂടി നോക്കിക്കാണേണ്ടി വന്നിട്ടുണ്ട്. മദ്യത്തിന്റെ ബോട്ടിലുകൾ അവർ വാങ്ങുകയാണ്. ഫ്ലൈറ്റിൽ കയറുന്നതിന്റെ മുമ്പ് അവർ വാങ്ങുന്നു. പലരോടും ചോദിച്ചാൽ അപരിചിതരാണെങ്കിലേ മനസ്സ് തുറക്കൂ, പരിചിതന്മാർ മുണ്ടൂല. ഇതൊക്കെ അന്യാൾക്ക് കൊടുക്കാനാണ്, നമ്മൾ ഉപയോഗിക്കാനല്ല. നാട്ടിലൊരു സ്ഥലത്തിന്റെ രജിസ്ട്രേഷന്റെ മൂപ്പരിക്കത് കൊടുത്താലേ സംഗതിയാണ് ശരിയാവുള്ളൂ. അങ്ങനെ പലർക്കും കാഴ്ചവെക്കാൻ, പലരെയും പ്രേരിപ്പെടുത്താൻ സർവ്വലോക പരിപാലകനായ റബ്ബ് നിഷിദ്ധമാക്കിയ അഭിശപ്തമായ ആ വസ്തു ഒരാൾക്ക് കാണിക്കവെച്ചുകൊണ്ട് വേണോ ദുന്യാവ് നേടാൻ പ്രിയമുള്ളവരെ? അങ്ങനെ പലർക്കും വേണ്ടി കൊടുക്കുന്നവർ, കുടിക്കുന്നവർ, നിസ്കരിക്കുന്നു എന്ന് പറയുന്നു, പക്ഷേ കുടിക്കാതിരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അത്ര വളരെ വൃത്തികെട്ട രൂപത്തിലുള്ള ഒരധപ്പതനത്തിലേക്ക് കഞ്ചാവ് വലിക്കുന്ന മയക്കുമരുന്നിന്റെ സ്ഥിരം അടിമകളായി മാറിയ ആ രൂപത്തിലുള്ള വൃത്തികെട്ട സംസ്കാരങ്ങളിലേക്ക് പോകുന്നവർ, അവരിൽ നിന്ന് എന്തും പിന്നെ പ്രതീക്ഷിക്കാം. അവര് കൊലപാതകം നടത്തും, അവര് കൊള്ള നടത്തും. കാരണം അവർക്ക് എന്തും പിന്നെ പ്രശ്നമല്ല. മദ്യം സേവിച്ചുകൊണ്ടാണ് മറ്റൊരുത്തന്റെ തലയെടുക്കാനും അവന്റെ കൈയും കാലും വെട്ടാൻ വേണ്ടി കൊട്ടേഷൻ ടീമുകളെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൊട്ടേഷൻ ടീമുകാരുടെ ജീവവായു എന്ന് പറയുന്നത് തന്നെ മദ്യമാണ്, ലഹരിയാണ്, മയക്കുമരുന്നാണ്. ആ രൂപത്തിലുള്ള സർവ്വ ആളുകളെയും തനിക്കെന്തും നേടാൻ വേണ്ടി ആരെയും പ്രേരിപ്പിക്കാം, ആരുടെ അടുക്കലും എന്തും ചെയ്യാമെന്ന ഒരവസ്ഥയിലേക്ക് സമുദായം മതപ്പതിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുമായി ബന്ധപ്പെട്ട എന്തും നിഷിദ്ധമാണെന്ന് പറയുമ്പോൾ ആ രൂപത്തിലുള്ള അവസ്ഥകളിലേക്ക് ഒരു മനുഷ്യനും തരം താഴരുത്. വിശ്വാസികൾ ഒരിക്കലും അതിൽ തരം താഴ്ന്നു പോകരുത്. മഹാനായ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇതറിഞ്ഞുകൊണ്ട് കൊണ്ടുപോകുന്നവരുണ്ട്, അറിയാതെ കൊണ്ടുപോകുന്നവരും ഇന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ട്. പെട്ടുപോകുന്ന ഒരുപാട് ആളുകളുണ്ട്. സൂക്ഷിച്ചോളൂ പ്രിയമുള്ളവരെ, ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ഇന്ന് അമാനത്ത് ലോകത്ത് നിന്ന് നഷ്ടപ്പെടുത്തേണ്ടി വരുന്ന ഒരു ദുരന്തത്തിലേക്കാണ് സമുദായം എത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം സ്നേഹിതന്റെ വീട്ടിൽ കൊടുക്കണം, അതല്ലെങ്കിൽ അവന്റെ ഫ്ളാറ്റിൽ കൊടുക്കണം എന്ന് പറഞ്ഞ് ആ സഹോദരന്റെ ഉമ്മയും പെങ്ങളും ഏൽപ്പിച്ചു തരുന്ന പൊതി പോലും ഒരു പ്രവാസിക്ക് മനസ്സമാധാനത്തോടുകൂടി ഈ ലോകത്തേക്ക്, രാജ്യത്തേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത ദുരന്തത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്കറിയാം, ഒരുപാട് ആളുകൾ കാരാഗൃഹങ്ങളിലാണ്, ജയിലുകളിലാണ്, വധിക്കപ്പെടുന്നവരോടൊപ്പാണ്. അതുപോലെ തന്നെ ജീവിക്കാൻ ഇനി അവർക്ക് കഴിയില്ല. അതിൽ അറിഞ്ഞുകൊണ്ടും പണത്തിന് മോഹിച്ചുകൊണ്ട് കൊണ്ടുവരുന്നവരുണ്ട്, അറിയാതെ കൊണ്ടുവരുന്നവരുണ്ട്, ചതിയന്മാരുടെ ചതിയിൽപ്പെടുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ദയവായി നിങ്ങൾ നിങ്ങളുടെ നാടുകളിൽ നിന്ന് പാർസലുകൾ കൊണ്ടുവരുമ്പോ വളരെ പരിശോധിച്ചിട്ടല്ലാതെ കൊണ്ടുവരാൻ സാധ്യമല്ല. പരിശോധിച്ചാൽ പോലും കിട്ടാത്ത നിലക്കാണ് പലപ്പോഴും സോറി എന്റെ അടുക്കൽ തരരുത് എന്ന് പറയേണ്ട അവസ്ഥയിലാണ്. ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കേണ്ടതില്ലേ? റബ്ബിന്റെ നിയമം പാലിക്കേണ്ടതില്ലേ? ഒരു രാജ്യത്ത് നിരോധിക്കപ്പെട്ടിട്ടുള്ള ഗുളികകളുണ്ട്, മരുന്നുകളുണ്ട്. ആരെന്ത് മരുന്നുകൾ ഏൽപ്പിച്ചാലും കൊണ്ടുവരാൻ കഴിയാത്ത ഒരവസ്ഥ. ഇതിവിടെ നിരോധിക്കപ്പെട്ടതാണോ അല്ലേ? ഞാൻ കുടുങ്ങുമോ ഇല്ലേ? നമുക്കറിയില്ല. ഞാൻ നിരപരാധിയാണ്, അതെന്റെ ഇളയമ്മ തന്നതാണ്, ഉമ്മ തന്നതാണ്, മൂത്തമ്മ തന്നതാണ്. അതൊന്നും നിയമത്തിന്റെ മുമ്പിൽ ഒരിക്കലും ഒഴികഴിവായി മാറുകയില്ല. കുടുങ്ങും നമ്മൾ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചോളണം. ഉമ്മ ഇഷ്ടപ്പെട്ടുകൊണ്ട് മകന് കൊടുക്കാൻ വേണ്ടി തന്ന അച്ചാറിന്റെ കുപ്പിയിൽ വരെ കഞ്ചാവ് നിറച്ച ലോകമാണ് നമ്മുടെ കേരളം. മനസ്സിലാക്കണം. ഇഷ്ടപ്പെട്ടവന് നൽകാൻ വേണ്ടി സ്നേഹിതന്റെ റൂമിൽ കൊടുക്കണമെന്ന് പറഞ്ഞ് പാൻസ് 3 കൊടുത്തപ്പോ അതിന്റെ കൃത്യമായി അറകളിൽ ആയിരക്കണക്കിന് രൂപ, അതല്ലെങ്കിൽ മാർക്കറ്റിൽ ലക്ഷങ്ങളുടെ വില വരുന്ന മയക്കുമരുന്ന് ഒളിപ്പിച്ച് കടത്താൻ വേണ്ടി ചതിച്ച നാടാണ് നമ്മുടെ കേരളം. എന്റെ പ്രിയപ്പെട്ട പ്രവാസികളെ, അറിഞ്ഞുകൊണ്ട് ഏതായാലും നമുക്കൊരു നിഷിദ്ധം, അറിയാതെ എങ്ങാനും പറ്റിപ്പോയാലും നമ്മൾ കുടുങ്ങും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പാർസലുകളും സ്വീകരിക്കണ്ട. അങ്ങോട്ടും കൊണ്ടുപോകണ്ട, ഇങ്ങോട്ടും കൊണ്ടുവരണ്ട. ഒരു രാജ്യത്തിന്റെ നിയമം, നമ്മൾ താമസിക്കുന്ന നാട്ടിന്റെ നിയമം വളരെ അനുസരിക്കപ്പെടാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. അതുപോലെ തന്നെ സർവ്വലോക പരിപാലകനായ റബ്ബ് നമുക്ക് നിഷിദ്ധമാക്കിയതൊന്നും നമുക്കൊരിക്കലും അതിലൂടെയുള്ള പണം വേണ്ട, ആ രൂപത്തിലുള്ള മോഹം വേണ്ട. ഈ രൂപത്തിലൊക്കെ ശ്രദ്ധിച്ചാൽ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഗുണമുണ്ടാകും. ഇല്ലെങ്കിൽ ഏറ്റവും വലിയ അപകടകരമായിരിക്കും. ഏറ്റവും വലിയ ദുരന്തത്തിലേക്കാണ് നമ്മൾ പോയി വീഴുക. അതുകൊണ്ട് സർവ്വലോക പരിപാലകനായ അല്ലാഹു അനുവദിച്ചതിലേ നമ്മുടെ സുരക്ഷിതത്വമുള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇബ്നു കസീർ റഹിമഹുള്ളയുടെ ഉദ്ധരണി. തയ്യിബ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അനുവദിച്ചതിലേ നമുക്ക് എല്ലാ നിലക്കും ഗുണമുള്ളൂ. അല്ലാഹു വിരോധിച്ചത് എല്ലാ നിലക്കും നമ്മെ അപകടപ്പെടുത്തും. അത് ഖബീസാണ്, അത് മ്ലേച്ഛമാണ്. അതുകൊണ്ട് അല്ലാഹു അനുവദിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതെല്ലാം നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള സർവ്വലോക പരിപാലകനായ റബ്ബിനോട് ശുക്റുള്ളവരായി ജീവിച്ച് അവന്റെ കൽപ്പനകളെ ശിരസാവഹിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകളെ മാനിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കുവാൻ വേണ്ടി അത്യധ്വാനം ചെയ്യുക. സർവ്വലോക റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകിക്കൊണ്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകും. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله. അല്ലാഹുവേ, സൂക്ഷിച്ചു ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സർവ്വലോക പരിപാലകനായ റബ്ബ് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകിക്കൊണ്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ലഹരിയുടെയും മയക്കുമരുന്നിന്റെയും വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഈ ലോകത്ത് തന്നെയും മനുഷ്യൻ ഒരുപാട് അനുഭവിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ഇതിനേക്കാളെല്ലാം ഉപരി സർവ്വലോക റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ ഉണ്ടാകുന്ന വലിയ ദുരന്തം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, മൻ ശരിബൽ ഖംറ വസക്കിറ, ആരെങ്കിലും കള്ളു കുടിച്ചാൽ, ലഹരി നുണഞ്ഞാൽ,
അവന്റെ 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കപ്പെടൂല. ഒരു കവൾ മദ്യം കുടിക്കുന്നവനുള്ള ഗൗരവ പറയും. ഒരൽപ്പം ലഹരി നുണഞ്ഞവന്റെ 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കൂല. ആ നിലക്കവൻ മരിച്ചുപോയാൽ ദഖലന്നാർ, നരകമാണവൻ. വല്ലതും ജീവിതത്തിൽ പറ്റിപ്പോയോ, അറിയാതെ വല്ലതും പെട്ടുപോയോ, തൗബ ചെയ്താൽ അള്ളാഹു അവന് പുറത്തു കൊടുക്കും. രണ്ടാമതും പറയുകയാണ്, ഇനിയും ഒരാൾ അതിന്റെ ഗൗരവം പറയാണ്, പിന്നെയും അവൻ കുടിച്ചാൽ അവന്റെ 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കൂല. 2-3 തവണ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആവർത്തിച്ചു. അവസാനം പറഞ്ഞു, അങ്ങനെ കുടിച്ചു മരിച്ചു പോകുന്നവന് നാളെ മഹ്ശറിൽ വെച്ച് അള്ളാഹു പ്രത്യേകമായ ഒരു പാനീയം കുടിപ്പിക്കും. തൈനത്തുൽ ഖബാലെന്നും റദ്ഗത്തുൽ ഖബാലെന്നുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മ്ലേച്ഛമായ പാനീയത്തെ പറ്റി പറഞ്ഞു തന്നു. മദ്യം സേവിച്ചവർക്ക്, ലഹരി മുണഞ്ഞവർക്ക്, അവർ തൗബ ചെയ്യാതെയാണ് മരണപ്പെട്ടു പോയതെങ്കിൽ അവർക്ക് നരകാഗ്നിയിൽ വെച്ച് കുടിപ്പിക്കപ്പെടുന്നത് റദ്ഗത്തുൽ ഖബാലായിരിക്കുമെന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ റദ്ഗത്തുൽ ഖബാൽ, എന്താണ് പ്രവാചകരെ റദ്ഗത്തുൽ ഖബാൽ എന്ന് പറഞ്ഞ? അവിടുന്ന് പറഞ്ഞു, ഉസാറത്തു അഹ്ലിന്നാർ, നരകത്തിൽ വെന്തെരിയുന്ന പാപികളായ ആളുകളുടെ ശരീരങ്ങൾ പഴുത്തൊലിച്ച് അതിൽ നിന്ന് ഒഴുകി വരുന്ന ദുർഗന്ധം വമിക്കുന്ന അവരുടെ തൊലികളും മാംസങ്ങളുമൊക്കെ കത്തി അതിൽ നിന്ന് ഒലിച്ചു വരുന്ന ആ നീര്, ആ ദുർനീര്, ആ ചീഞ്ചലമാണ് അവർക്ക് കുടിപ്പിക്കാൻ കൊടുക്കുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകാഗ്നിയിൽ കുടിപ്പിക്കാൻ കൊടുക്കുന്നത് അതാണ്. നരകാഗ്നിയിൽ വെന്തെരിയുന്ന വേശ്യകളുടെ, മനുഷ്യരുടെ, ആളുകളുടെ, ദുഷ്ടന്മാരുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചുകൊണ്ടിരിക്കുന്ന ചീഞ്ചലം, ആ പഴുത്തൊലിച്ച വ്രണങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന ദുഷിച്ച നീര്, അതാണ് അവന് കുടിപ്പിക്കപ്പെടുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും പറയുകയാണ്, പലരും മദ്യപാനികളാണെന്ന് പലരെ കുറിച്ചും നമ്മൾ പരാതി പറയുന്നു. അള്ളാഹുവാണ് എല്ലാവരെ കുറിച്ചും അറിയുന്നവൻ. വളരെ ഗൗരവത്തോടുകൂടെ എടുക്കുക. വല്ലതും ജീവിതത്തിൽ പറ്റിപ്പോയോ റബ്ബിനോട് തൗബ ചെയ്തുകൊണ്ട് ഒരിക്കലും ഇനി ആ ഒരു മേഖലയിലേക്ക് മടങ്ങില്ലെന്ന ദൃഢനിശ്ചയത്തോടുകൂടി മുന്നേറിയിട്ടില്ലെങ്കിൽ മരിച്ചാൽ നരകമാണ്. ആ നരകത്തിൽ മദ്യപാനികൾക്ക് വേണ്ടി സ്പെഷ്യലായി നൽകുന്ന ശിക്ഷയാണ് ചീഞ്ചലം കുടിക്കാൻ കൊടുക്കൽ എന്നുകൂടി ഓർത്തുകൊണ്ട്, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിന്റെ മഹാകാരുണ്യത്തിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട്, അവനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, നല്ല രൂപത്തിലുള്ള ഒരു സംസ്കാരത്തിനും ജീവിതത്തിനും വേണ്ടി അവനോട് എപ്പോഴും മനസ്സറിഞ്ഞുകൊണ്ട് തേടിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. മക്കളെ എപ്പോഴും ശ്രദ്ധിക്കണം, കുടുംബങ്ങളെ ശ്രദ്ധിക്കണം. ഒരാരുമായി ബന്ധപ്പെടുന്നു എന്നൊരു പ്രശ്നമാണ്, ആരൊക്കെയുമായി അവർ ബന്ധപ്പെടുന്നു എന്നൊരു പ്രശ്നമാണ്. അറിയാത്ത ഒരു സെക്കൻഡിൽ, ഒരു നിമിഷത്തിലായിരിക്കും അടിമപ്പെട്ടു പോകുന്നത്. പിന്നെ അറിയാൻ കഴിയൂല. പിന്നെ മൂത്ത് ചികിത്സയില്ലാത്തൊരു ഘട്ടത്തിലെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയുള്ളൂ. എപ്പോഴും ദുആ ചെയ്യണം, എപ്പോഴും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. ചതിക്കുഴികളിൽ നമ്മൾ പെടാതിരിക്കാൻ, നമ്മുടെ മക്കൾ പെടാതിരിക്കാൻ, നമ്മുടെ ബന്ധപ്പെട്ടവർ പെടാതിരിക്കാൻ, ആർക്കും അങ്ങനെ ഒരു ദുരന്തം വരാതിരിക്കാൻ അല്ലാഹുവിനോട് നമ്മളെല്ലാം പ്രാർത്ഥിക്കണം. അല്ലാഹു നമുക്കെല്ലാം കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും, ഫിത്നകളിൽ നിന്നും, നാശങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയെവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലുള്ള രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. اللهم احفظ دولة الإمارات من الفتن ما ظهر منها وما بطن وسائر بلاد العالمين.
ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.